കരുനാഗപ്പള്ളി വരെ പോകണം. അപ്പം നമ്മുടെ കരുനാഗപ്പള്ളി വരെ പോകുന്ന വേറൊരു കാര്യത്തിന് അപ്പം നമ്മുടെ ഒരു ചേട്ടൻ സൂര്യ ഗ്രൂപ്പുള്ളൊരു ചേട്ടനുണ്ട് കേട്ടോ. അപ്പോൾ അണ്ണൻ ഈ ഇടയ്ക്ക് ശബരിമലയ്ക്ക് പോയി. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഒരു അരവണ പായസം കൊണ്ട് തരണേന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ആൾ കൊണ്ട് തന്നിട്ടാ ഡാൻസ് കേട്ടാ. അപ്പം അങ്ങനെ അത് ഒരു പാട്ടായിരുന്നു കൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വൃശ്ചികത്തിലെ ഫസ്റ്റ് അരവണ പായസം ഞാൻ കഴിക്കും. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അരവണ പായസം ഇഷ്ടമുള്ളവർ കമൻറ്റ് ഇടണം കേട്ടോ. അതേപോലെ തന്നെ ഇഷ്ടമില്ലാത്ത ആരും കാണത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഈ അരവണ പായസം നമ്മൾ നമ്മുടെ അരിപ്പൊരി ഉണ്ടല്ലോ, ഒച്ചറയിൽ നിന്നൊക്കെ വാങ്ങുന്ന വെള്ളപ്പൊരി, ആ പൊരിയായിട്ട് മിക്സ് ചെയ്ത് കഴിക്കണം. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ രണ്ട് കോമ്പിനേഷൻ. പിന്നെ വീട്ടിൽ ചെന്നപ്പോൾ അനിയത്തി ഭയങ്കര ജോലി തിരക്കിൽ കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ ഓർക്കിഡ് ഫുള്ളും പൂവിട്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ഈ നവംബർ ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ തണുപ്പ് ആ സമയത്ത് എനിക്കൊന്ന് ഫുള്ളും പൂവിടുന്നു, നല്ലോണം പൂവിടുന്നു. നമ്മൾ ഈ തൈയൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെ നമ്മൾ ഓർക്കിഡിനകത്ത് ഇതുപോലെ കുരുവി കൂട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ കുരുവി കൂട് വെച്ച് ഇരിഞ്ഞ് പോയിട്ടുണ്ട്. ഇപ്പം കുറേ കൂട് വെച്ച് കേട്ടോ. പിന്നെ നമ്മൾ വൈകുന്നേരം കരുനാഗപ്പള്ളി വരെ പോകണമായിരുന്നു. നമ്മുടെ കൊറിയർ അയക്കാൻ വേണ്ടി ഓഫീസ് വരെ പോകണമായിരുന്നു. കരുനാഗപ്പള്ളി കൊറിയർ ഓഫീസ് വരെ. അപ്പം പുതിയതായി നമ്മൾ ബസ് കയറി നേരെ നമ്മൾ കരുനാഗപ്പള്ളി കൊറിയർ ഓഫീസിലോട്ട് വന്ന് കൊറിയറൊക്കെ അയച്ചിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് നമ്മൾ ബോളിയും പായസവും കിട്ടുന്ന കടയിലോട്ടാണ്. ഇവിടെ പോകുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് പ്രഥമൻ കഴിക്കണമെന്ന് ആഗ്രഹം. അങ്ങനെ പ്രഥമൻ പായസം മേടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. സോറി. അങ്ങനെ പ്രഥമൻ പോയി മേടിച്ചിട്ട് അവിടുന്ന് പ്രഥമനും അടയും നമ്മുടെ ഈ ബോളിയും മേടിച്ചിട്ടോ. അപ്പോൾ അവിടുത്തെ ആ കടയിലെ ചേച്ചി പറഞ്ഞിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ 2-3 പേര് അവിടെ പായസം വാങ്ങാൻ വേണ്ടി വന്നു കേട്ടോ. എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് അവിടെ പായസം മേടിക്കാൻ എന്ന് ചെന്നെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു കച്ചവടമൊക്കെ കിട്ടുന്ന പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അതൊക്കെ കേൾക്കുമ്പോൾ. എനിക്ക് നല്ലോണം സന്തോഷമായിട്ടാണ്. അപ്പം കരുനാഗപ്പള്ളി വഴി പോകുന്നവർ എസ്പാലൻ്റെ അടുത്ത് ആ കടയിൽ ഒന്ന് കയറി പായസം ഒന്ന് കഴിക്കണം. നല്ല ടേസ്റ്റ് അവിടുത്തെ പായസത്തിന് കേട്ടോ. അടുത്തൊരു വീട്ടിൽ കാണാവേ. ബൈ.